welcome back to my channel. അപ്പോൾ ഇന്ന് ഞങ്ങൾ ബാംഗ്ലൂരിലെ ഒരു ഹിസ്റ്ററിക്കൽ പ്ലേസിലാണ് നിൽക്കുന്നത്. ഇതാണ് ബാംഗ്ലൂർ പാലസ്. അപ്പോൾ നമുക്ക് ഒരു ടിക്കറ്റ് എടുക്കുന്ന ഒരു കൗണ്ടർ ഉണ്ട്. സോ അവിടെ പോയിട്ട് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ടെമ്പറേച്ചർ ചെക്ക് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് രണ്ട് കാറ്റഗറീസ് ആണ്, ഇന്ത്യൻസ് ആൻഡ് ഫോറിനേഴ്സ്. സോ എല്ലാവർക്കും ഓരോരോ ബാൻഡ് ഉണ്ടാവും. സോ ഇന്ത്യൻസ് വിത്ത് ക്യാമറയ്ക്കുള്ള ബാൻഡാണ് ഗ്രീൻ ബാൻഡ്. അപ്പം ഞങ്ങളെല്ലാവരും ഗ്രീൻ ബാൻഡാണ് ഇട്ടിരിക്കുന്നത് ബിക്കോസ് വി ആർ യൂസിങ് ക്യാമറ. സോ ആ ബാൻഡൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് എൻട്രൻസ്. സോ നമ്മൾ അകത്തേക്ക് കടക്കുമ്പോൾ ആദ്യം കാണുന്ന ഒരു ഹാളാണ് ഇതാണ് ഫസ്റ്റ് ഹാള്. ഇവിടെ കുറേ ചെയർസ് ഒക്കെ വെച്ചിട്ടുണ്ട്, 2-3 ടേബിൾസും ഇവിടെ വെച്ചിട്ടുണ്ട്. സെക്കൻഡ് റൂമാണ് ഇത്. സോ ഇവിടെ ഒരു ആനയുടെ ശില്പമുണ്ട്. കയറുമ്പോൾ തന്നെ അത് മുകളിൽ കാണാൻ പറ്റും. പിന്നെ 2-3 ശില്പങ്ങളും കുറേ പെയിൻറ്റിങ്സ് ഒക്കെ ഈ മുറിയിലാണ് വെച്ചിരിക്കുന്നത്. സോ ഈ മുറിയിൽ ഓഡിയോ ഗൈഡ് ഉണ്ട്, അതുകൊണ്ടാണ് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നത്. ഓഡിയോ ഗൈഡ് കുറേ ലാംഗ്വേജസിന് അവൈലബിൾ ആണ്. സോ അവർക്കത് വാങ്ങിക്കണമെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യാം. ഇപ്പം ഞങ്ങളത് വാങ്ങിക്കുന്നില്ല. സോ ഞങ്ങൾ ഗ്രാൻഡ് സ്റ്റെയർ കേസിലേക്ക് പോവാണ്. ഓക്കെ, സോ ഇതാണ് ആ ഗ്രാൻഡ് സ്റ്റെയർ കേസ്. സ്റ്റെപ്പ് കയറി മുകളിൽ വന്നതിന് ശേഷം ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കാണാൻ പോകുന്നത് മൈസൂർ മഹാരാജാവിൻ്റെ ബാംഗ്ലൂർ പാലസിലുള്ള ക്വാർട്ടേഴ്സ് ആണ്. സോ ഇതാണ് ക്വാർട്ടേഴ്സ്. അത് കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു സ്റ്റെപ്സ് ഉണ്ട്. അതിൻ്റെ സൈഡിലുള്ള വാളിൽ ഫുൾ രാജാക്കന്മാരുടെ ഫോട്ടോസാണ്. ഇനിയും കുറേ ഫോട്ടോസ് ഉണ്ട് ഇവിടെ. നമുക്കത് പതിയെ പതിയെ കാണാം. ഓക്കെ, സോ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ തന്നെ വീണ്ടും ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ദർബാർ ഹാൾ കാണാൻ പറ്റും. പക്ഷേ ഇത് ക്ലോസ്ഡ് ആണ് ഡ്യൂ ടു സം മെയിൻ്റെനൻസ് വർക്ക്. സോ ഇനി നമുക്ക് വീണ്ടും ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം. ഇതൊക്കെ കുറച്ച് ഫോട്ടോസാണ് രാജാക്കന്മാരുടെ വിത്ത് ദെയർ ആർമീസ് ആൻഡ് സോൾജേഴ്സ്. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് ലൈബ്രറിയാണ്. അത് റൈറ്റ് സൈഡിലാണുള്ളത്. സോ ദിസ് ഇസ് ദ ലൈബ്രറി. ഇവിടെയും കുറച്ച് ഫോട്ടോസ് ഉണ്ട്, രാജാക്കന്മാരുടെ കുറേ ഫോട്ടോസ് ഉണ്ട് ഇവിടെ. വീണ്ടും നമുക്ക് അകത്തേക്ക് പോവാം. സോ ഇവിടെ നമുക്ക് 3 ആനയുടെ കാല് കാണാൻ പറ്റും. ഇതിനുള്ളിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണ്, പക്ഷേ ഇതിൻ്റെ തോല് ഒറിജിനൽ തോലാണ്. അതിൻ്റെ ഉള്ളിലുള്ളത് സംഭവം പ്ലാസ്റ്റിക് ആണോ എന്നൊന്നും അറിയില്ല. അത് പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇവിടെ വീണ്ടും ആനേൻ്റെ കാല് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ തോല് ഒറിജിനലാണ്, പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള സംഭവം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇവിടെ ആനയുടെ ഒരു തുമ്പിക്കൈയുണ്ട്. ഇതിൻ്റെയും തോലൊക്കെ ഒറിജിനലാണ്, ബാക്കിയുള്ളതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. തോല് മാത്രമേ ഉള്ളൂ റിയലായിട്ട്. അടുത്തത് നമുക്ക് താഴേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. നമുക്ക് താഴേക്ക് പോയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം.
സോ ഇനി നമുക്ക് 3 ശില്പങ്ങൾ ഇവിടെ ഉണ്ട്. സോ ഇത് കണ്ടതിന് ശേഷം ഇവിടെ ഒരു വെള്ളത്തിൻ്റെ ഒരു സിസ്റ്റം ഉണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ അവർ കോയിൻ ഇട്ടിട്ട് വെള്ളം കുടിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇത് പണ്ട് കാലത്ത് ഉണ്ടായിരുന്നതാണ്. ഈ ഒരു ഓട്ടയിൽ കൂടെ ആയിരുന്നു അവർ കോയിൻ ഇട്ടിട്ട് വെള്ളം കുടിക്കുക. ഇപ്പം അതില്ല, അതിനകത്ത് വെള്ളമൊന്നുമില്ല. കുറച്ച് ശില്പങ്ങൾ വെച്ചതിന് ശേഷം അവർ മഹാരാജാവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇയാളാണ് അവസാനത്തെ മൈസൂർ മഹാരാജാവ്. ഇയാൾ മരിച്ചുപോയി. ഇയാളുടെ പേരാണ് ശ്രീ ശ്രീകണ്ഠദത്ത നരസിംഹരാജ വാഡിയാർ, മഹാരാജ ഓഫ് മൈസൂർ. സോ അടുത്തത് മഹാറാണിയാണ്. ഇവരുടെ പേരാണ് ശ്രീമതി പ്രമോദാദേവി വാഡിയാർ, മഹാറാണി ഓഫ് മൈസൂർ. സോ ഇനി നമുക്ക് ഇവരുടെ വസ്ത്രങ്ങൾ കാണാം. ഇവർ ഉപയോഗിച്ച വസ്ത്രങ്ങൾ ഇതുപോലൊരു ഷെൽഫിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്ന സെക്ഷൻ രാജാവിൻ്റെ ജാക്കറ്റ്സും കോട്ട്സൊക്കെയാണ്. ഇതാണ് അവർ റഷ്യൻ പൂൾ എന്ന ഗെയിം കളിച്ചുകൊണ്ടിരുന്ന റൂം. ഇവിടെ ഒരു ചെറിയൊരു കബോർഡിൽ കുറച്ച് പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അവർ യൂസ് ചെയ്ത പാത്രങ്ങളാണ്, അത് വെള്ളിയാണ്. പിന്നെ അത് കളിക്കാനുള്ള സ്റ്റിക്സും. ഇനിയുള്ളത് ഒരു കബോർഡിൽ കുറച്ച് പെയിൻറ്റിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്കൂളിൻ്റെ വാട്ടർ കളേഴ്സാണ്. 1830 ഇതുണ്ടായിരുന്നത്. ഈ ഒരു വലിയ ഫോട്ടോ ആണ് ദ വാഡിയേഴ്സ് ഓഫ് മൈസൂർ. മൈസൂർ ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ ഫോട്ടോസ്. ഇത് നമ്മുടെ അവസാനത്തെ രാജാവും മഹാറാണിയുമാണ്. അവരുടെ ഫോട്ടോ ആണിത്. ബാക്കിയുള്ളവരുടെ എല്ലാം ഫോട്ടോസ് എല്ലാവിടെയും വെച്ചിട്ടുണ്ട്. ഇനി ഇതാണ് എക്സിറ്റ്. സോ ഇത്രയേ ഉള്ളൂ ബാംഗ്ലൂർ പാലസ്. സോ ഇവിടെ വെച്ച് നമുക്ക് സൈഡിൽ പാർക്കൊക്കെ ഉണ്ട്. പാർക്കിലൊക്കെ വെച്ചെടുത്ത ഫോട്ടോസാണിത്. ഇപ്പോൾ ഇതൊരു അമേസിങ് വിസിറ്റ് ആയിരുന്നു ഒരു ഹിസ്റ്ററിക്കൽ പ്ലേസിലേക്ക്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.